കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ ജനിക്കുവാൻ പോകുന്ന 2 കുട്ടികളുടെ വിവരം ഗബ്രിയേൽ ദൂതൻ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുന്നു. ജനിക്കുന്ന കുട്ടികൾക്ക് യോഹന്നാൻ എന്നും യേശു എന്നും പേരിടണമെന്നും നിർദ്ദേശം കൊടുത്തു. 1-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ജനനവും 2-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ജനനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇരുവരുടെയും വളർച്ചയുടെയും ഉയർച്ചയുടെയും കാരണം വളർത്തേണ്ട വിധത്തിൽ അവരെ വളർത്തിയതുകൊണ്ടാണ്. ശ്രേഷ്ഠമായ വാഗ്ദത്തം ലഭിച്ചതുകൊണ്ട് അത് പ്രാപിക്കണമെന്നില്ല. മാതാപിതാക്കളുടെ ഭാഗത്തുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നത്. ഇവരുടെ ശാരീരിക വളർച്ചയോടൊപ്പം ആത്മീയ വളർച്ച എപ്രകാരമായിരുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. 1-ാം അധ്യായം 80-ാം വാക്യത്തിൽ യോഹന്നാനെ പറ്റി പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. യേശുവിനെ പറ്റി 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസവും ശാരീരിക വളർച്ചയും മാത്രമല്ല, അവരുടെ ആത്മീയ കാര്യത്തിലും മാതാപിതാക്കൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. അതിനായി ഏവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.